നമസ്കാരം. മെഴ്സിലീസ് ഐസ്ക്രീം മാജിക്കിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് പാറക്കുട്ടി റെഡിയാണ്. നമ്മുടെ ഷെഫ് വിഷ്ണു റെഡിയാണ്. അപ്പോൾ ഇന്ന് എന്ത് ഡിഷാണ് നമുക്ക് ചോദിക്കാം. ഇന്ന് എന്ത് ഡിഷാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? നമുക്ക് മെഴ്സിലീസിന്റെ നാച്ചുറൽ ഐസ്ക്രീം വെച്ചിട്ട് നമുക്കൊരു ഗുലാബ് ജാമുൻ ഫലൂഡ ഉണ്ടാക്കി നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഇൻഗ്രീഡിയൻസ് ഒന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഗുലാബ് ജാമുൻ വേണം. അത് ഒരു ഗുലാബ് ജാമുനെ 4 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇത് ബേസിൽ സീഡാണ്. അതൊന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്താൽ ഈ ഒരു പരുവത്തിൽ കിട്ടും. പിന്നെ കുറച്ച് പിസ്ത എടുത്തിട്ട് ഒന്ന് ചോപ്പ് ചെയ്ത് വെക്കുക. ഇത് ഫലൂഡ സേവ് ആണ്. ഇത് അവൈലബിൾ അല്ല എങ്കിൽ നമുക്ക് സാധാരണ വെർമിസെലി ബോയിൽ ചെയ്തിട്ട് അത് ഉപയോഗിക്കാം. ഇതൊന്ന് കുക്ക് ചെയ്ത് വെച്ചതാണ്. പിന്നെ നമുക്ക് കണ്ടൻസ് മിൽക്ക് വേണം. അപ്പൊ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സാധനം നമ്മുടെ മെഴ്സിലീസിന്റെ വാനില ഐസ്ക്രീം. ഓക്കെ, തുടങ്ങാം. അപ്പൊ നമുക്ക് ആദ്യം ഗുലാബ് ജാമുൻ ഇടാം. ഗുലാബ് ജാമുൻ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലേ? ഗുലാബ് ജാമുൻ കഴിച്ചിട്ടില്ലേ? അല്ലേ കഴിക്കേണ്ടത്. പിന്നെ അടുത്തത് സേവ് ഇട്ട് കൊടുക്കാം നമുക്ക്. കണ്ടൻസ് മിൽക്ക് ഇഷ്ടമാണോ കഴിക്കാനായിട്ട്? കണ്ടൻസ് മിൽക്ക് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടാവോ? പിന്നെ ഇനി കുറച്ച് ബേസിൽ സീഡ്സ്. ഇതിങ്ങനെ ലെയർ ചെയ്താണോ ഫലൂഡ ആവുന്നത്? ഓക്കെ, ഐസ്ക്രീം ഇടാം. ഓക്കെ, നൈസ്. വീണ്ടും നമുക്ക് ഗുലാബ് ജാമുൻ ഇടുന്നു. 2 പീസ് ഗുലാബ് ജാമുൻ ഇടാം. പാറക്കുട്ടി വീട്ടിലേക്ക് ഐസ്ക്രീം ഒക്കെ മേടിക്കാറുണ്ടോ? എങ്ങനെയാ ഐസ്ക്രീം മേടിച്ചോണ്ട് പോകുമ്പോ എന്തൊക്കെയാ ശ്രദ്ധിക്കാറുള്ളത്? ശ്രദ്ധിക്കേണ്ട ഐസ്ക്രീം ശ്രദ്ധിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഐസ്ക്രീം വാങ്ങിക്കുന്ന നമ്മൾ എടുക്കുന്ന ഫ്രീസർ നീറ്റ് ആൻഡ് ക്ലീൻ ആണോ, അത് പ്രോപ്പറായിട്ട് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നോക്കാം. അതിൽ വേറെ സാധനങ്ങളൊന്നും സ്റ്റോർ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഐസ്ക്രീം പ്രോപ്പർ ടെമ്പറേച്ചറിലാണ് സ്റ്റോർ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ പ്രോപ്പർ ടെമ്പറേച്ചറിൽ നമ്മുടെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യണം. വൺസ് നമ്മൾ എടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ -18 to -20 ഡിഗ്രിയിലായിരിക്കണം നമ്മുടെ ഐസ്ക്രീം സ്റ്റോർ ചെയ്യേണ്ടത്. നമ്മുടെ വീട്ടിലേക്ക് ഫ്രീസറിനകത്ത്. അത് കഴിഞ്ഞ് നമ്മളത് ഒരു വൺസ് നമ്മൾ ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്തു, അപ്പം അതിനൊരു ക്വാണ്ടിറ്റി കുറഞ്ഞിട്ടുണ്ടാവുമല്ലോ. വീണ്ടും നമ്മൾ തിരിച്ച് വെക്കുമ്പോൾ ആ ലിഡ് പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്ത് വെക്കാം. പറ്റുമെങ്കിൽ അതിൻ്റെ സർഫേസിൽ ഒരു ക്ലിംഗ് ഫിലിം എടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം. ക്ലിംഗ് ഫിലിം വെക്കുക. അത് എയറും ഐസ്ക്രീമും കൊണ്ടുള്ള കോണ്ടാക്ട് കുറയ്ക്കാനാണ്. അപ്പം ഇത് വെക്കാതിരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചെറിയ വാട്ടർ ക്രിസ്റ്റൽസ് ഫോം ചെയ്യും. അതിനാണ് പറയുന്നത് ഫ്രീസർ ബേൺ എന്ന് പറയുന്നത്. അത് ഒഴിവാക്കാനാണ് നമ്മ ഇങ്ങനെ ചെയ്യുന്നത്. മനസ്സിലായോ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ളത്? ഐസ്ക്രീം മേടിച്ചോണ്ട് പോകുമ്പോ ഇനിയിപ്പോ ശ്രദ്ധിക്കുവോ? ഇനിയിപ്പോ മെഴ്സിലീസിന്റെ കടയിൽ പോയി മേടിച്ചിട്ട് വന്നു കഴിയുമ്പോ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടല്ലേ ഐസ്ക്രീം വെക്കുള്ളൂ. ഓക്കെ, സെറ്റ്. ഇപ്പൊ അടുത്ത സ്കൂപ്പ് ഐസ്ക്രീം ഇടുക. ഇത് ഏത് ഐസ്ക്രീം ആണെന്നറിയോ പാറക്കുട്ടിക്ക്? മെഴ്സിലീസിന്റെ എന്ത് ഫ്ലേവറാ? പിസ്ത ഫ്ലേവർ. പിസ്തയോ വാനിലയോ നമ്മൾ ഇടുന്നത്? പിസ്ത നമ്മളിതേ അവിടെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് പരിപാടി കഴിയാറായിട്ട് തോന്നുന്നു. നമുക്ക് ഗാർണിഷിംഗ് മാത്രമേ ബാക്കിയുള്ളൂ. ഓക്കെ, ഇതിന്റെ ലെയർ കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലേ? അവസാനായിട്ട് ഒരു പീസ് ഗുലാബ് ജാമുൻ മുകളിൽ വെച്ച്. ഓക്കെ, കഴിച്ചു നോക്കിയാലോ? കഴിക്കാം. ഗുലാബ് ജാമുൻ ഫലൂഡ റെഡി ആയിരിക്കാണ്. ട്രൈ ചെയ്യാം. ഓ, സേവ് ഒക്കെ കിട്ടി. ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിട്ട് അടിപൊളിയല്ലേ? കിട്ടില്ലേ? അടിപൊളി പൊട്ടുകൈ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയ ഡിഷുമായിട്ട് കാണാം. അതുവരെ ബൈ ഫ്രം മെഴ്സിലീസ് ഐസ്ക്രീം മാജിക്. ബൈ.